ബാക്ക് ടു സ്കൂൾ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. ഡയറക്ടേഴ്സ് സംസാരിക്കുന്നത് ഒരു വോയിസ് ഓവറാണ് ഇങ്ങനെ വീഡിയോ. ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദേവിക ഡയറീസ്. അപ്പോൾ അസിഫിൻ്റെ തമിഴിൽ ഞാൻ ഇന്ന് ബാക്ക് ടു സ്കൂൾ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നലെ പോയി കുറേ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. അന്ന് വീഡിയോ എടുക്കണമെന്ന് ഓർത്തായിരുന്നു, പക്ഷേ തിരക്കും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള ഒരിതില്ലായിരുന്നു നമുക്ക്. അപ്പം ഞാനിന്ന് അസിഫി ബാക്ക് ടു സ്കൂൾ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ള സാധനങ്ങളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഡയറക്റ്റായിട്ട് സംസാരിക്കുന്നത് നിങ്ങളോട്, വോയിസ് ഓവർ ഇല്ലാതെ. അപ്പം നേരെ വീട്ടിലോട്ട് പോവാം. സൂക്ഷിച്ച് നോക്കി അറിയാം, എൻ്റെ കണ്ണിന് ചെറുതായിട്ടൊരു പ്രശ്നമുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ എന്തോ കടിച്ചതോ മറ്റോ ആണ്. കുറച്ച് പഴുത്തല്ലെങ്കിൽ ബൾജിങ് ആയിട്ട് ഇരിപ്പുണ്ടോ, ഒന്ന് വിയർത്ത് ഇച്ചിരി വേദനയൊക്കെ ഉണ്ട്. കണ്ണടയ്ക്കുമ്പോൾ വേദനയുണ്ട്, തുറക്കുമ്പോൾ വേദനയില്ല. അങ്ങനെയാണ് എനിക്ക് സംഭവം. അപ്പോൾ ഡോക്ടറിനെ കാണിക്കണം നാളെ ചെന്ന്. ഇന്നിപ്പോൾ ഡോക്ടറില്ല, സൺഡേ ആണല്ലോ. അപ്പം ഞാൻ എന്തായാലും എന്തൊക്കെയാണ് മേടിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാം. ഇനി ഞങ്ങളുടെ സ്കൂൾ പ്രൈവറ്റ് സ്കൂളാണ്, CBSE ആണ്. അപ്പം ബുക്കൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ കിട്ടും. നോട്ട് ബുക്സും അതുപോലെ തന്നെ കിട്ടും. വേണമെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് മേടിക്കാം. ഞാൻ ആദ്യം പുറത്തുനിന്ന് മേടിക്കാനൊക്കെയാണ് കരുതിയത്. പിന്നെ സ്കൂളെത്തിയപ്പം വിചാരിച്ചു അവിടെ നിന്ന് അങ്ങ് മേടിച്ചേക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞ് മേടിച്ചു. പിന്നെ കുറച്ച് നോട്ട് ബുക്സ് ഞാൻ പുറത്തുനിന്നൊക്കെയാണ് മേടിച്ചത്. അപ്പം നമുക്കെല്ലാം ഒന്ന് കാണാം. പിന്നെ ബാക്ക് ടു സ്കൂൾ ആണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സ്കൂളിലെ കാര്യങ്ങൾ മാത്രമല്ലല്ലോ മേടിക്കേണ്ട, വേറെയും കുറേ കാര്യങ്ങളൊക്കെ മേടിക്കണമല്ലോ. അപ്പം ഞാൻ മേടിച്ച ചില സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാൻ മേടിച്ച കോസ്മെറ്റിക്സ് ആണ്. അപ്പോൾ ആദ്യം തന്നെ മേടിച്ചിരിക്കുന്നത് 2 പൊട്ട്. ഇതേപോലെ കാണാമോ, ഈ ഒരു സൈസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 2 പൊട്ട്. പിന്നെ എത്ര മേടിച്ചാലും കാണാതെ പോകുന്ന സാധനം, ബൺസ്, ഹെയർ ടൈസ്. അപ്പം ഇത് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇതൊരു 6 എണ്ണത്തിൻ്റെ സെറ്റ്, 6 എണ്ണം വരുന്നതാണ്. അപ്പോൾ ഇത് എന്തായാലും യൂസ്ഫുൾ ആണ്. എപ്പോഴും നമുക്ക് എല്ലാ ദിവസവും കെട്ടിക്കൊണ്ട് പോകണമല്ലോ. അപ്പോഴത്തേക്ക് ഇതിൻ്റെ വലുതും മേടിച്ചിട്ടുണ്ട്, 2 എണ്ണം. അതുപോലെ ഇത് നമുക്ക് പോണിറ്റെയിൽ വെട്ടുമ്പോൾ നല്ല ടൈറ്റായിട്ടിരിക്കും. ഇത് ഞാൻ നേരത്തെ മേടിച്ചിട്ടുണ്ട്, അപ്പോൾ ഇത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് മേടിച്ചതാണ്. പിന്നെ മേടിച്ചത് ഒരു സ്പ്രേ. സോ ഇത് നല്ല മണമാണ്, വാട്ടകളുടെ ഒരു സ്പ്രേ ആണ്. ഇതിന് ഒരു എത്ര രൂപയായിരുന്നു? നല്ല മണമാണ്, അടിച്ചേക്കാം. നല്ല മണമാണ്, അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ് ഇതിന്. ഇത് ഇനി അടുത്ത സാധനം വീണ്ടും എത്ര മേടിച്ചാലും കാണാതെ പോകുന്ന സാധനം, ടിക് ടിക് ഓർ ഹെയർ ക്ലിപ്സ്. ഓക്കെ, അപ്പോൾ ഇത് മേടിച്ചിട്ടുണ്ട്. ഇത് എത്ര എണ്ണമെന്ന് ചെയ്യാൻ പറ്റില്ല, 12 എണ്ണം വല്ലതും ആയിരിക്കും. അപ്പം ഇതും മേടിച്ചിട്ടുണ്ട്. ഇത് എല്ലാ ദിവസമൊക്കെ ആവശ്യം വരും, അല്ലെങ്കിൽ സ്കൂളിലോട്ട് മാത്രമല്ല വേറെ പുറത്തോട്ടും എല്ലാം ആവശ്യം വരുന്ന ഒരു സാധനമാണ് ഇത്. അപ്പം ഇത് മേടിച്ചിട്ടുണ്ട്. പിന്നെ മേടിച്ചത് ഒരു ഫേസ് വാഷാണ്. ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ പ്യൂരിഫൈ നീം ഫേസ് വാഷാണ്. ഇത് എനിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു ഫേസ് വാഷാണ് ഇത്. അപ്പം ഇതുണ്ട്. കോസ്മെറ്റിക്സ് എല്ലാം ഓൾറെഡി തീർന്നു, ഇത്രയൊക്കെ മേടിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് സ്റ്റേഷനറിയിലോട്ട് കിടക്കാം. A few moments later. സോ ഗൈസ്, ആ ഗ്യാപ്പിൽ പോയി ഞാൻ ചെറുതായിട്ട് ലഞ്ചൊക്കെ കഴിച്ചിട്ട് വന്നു. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. ഇനിയുള്ളത് മൊത്തം സ്റ്റേഷനറിയാണ്, കാണാം. സ്റ്റേഷനറി എല്ലാം കവറിലാണ്, ഓരോരോ കടയിൽ നിന്ന് മേടിച്ച സാധനം. സോ ആദ്യം തന്നെ ഞാൻ പറയാനാണെങ്കിൽ, ഞാൻ നാളെയാണ് സ്കൂൾ തുറക്കുന്നത്. ഞാൻ ഇതുവരെ നെയിം സ്ലിപ്പും പേര് പോലും എഴുതിയിട്ടില്ല ബുക്കുകളിലൊന്നും. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, ബുക്ക് പൊതിഞ്ഞ ദിവസമൊന്നും ഞാൻ നെയിം സ്ലിപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇന്നലെയാണല്ലോ മേടിച്ചത്. അപ്പോൾ ഇന്ന് വേണം ഒട്ടിച്ചൊക്കെ സെറ്റാക്കി എടുക്കാൻ. ഞാൻ നെയിം സ്ലിപ്പ് മേടിച്ചിട്ടുള്ളത് സ്കൂളിൽ നിന്ന് തന്നെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള നെയിം സ്ലിപ്പ് കിട്ടും, പക്ഷെ ഞാനിപ്പോഴും പുറത്തുനിന്നാണ് മേടിക്കാറ്. അപ്പം ഞാൻ മേടിച്ച നെയിം സ്ലിപ്പ് ഇതാണ്, പോക്കിമോൻ്റെ ആ സംഭവം. എനിക്ക് പോക്കിമോനെ ഭയങ്കര ഇഷ്ടമാണ് ഒരു ഇടയ്ക്ക്. പിന്നെ എനിക്ക് പോക്കിമോൻ്റെ മോസ്റ്റ് ഓഫ് ദി ക്യാരക്ടേഴ്സിനെ അറിയാം. പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം പോക്കിമോൻ്റെ വേറൊരു ടൈപ്പ് ഓഫ് ആയിരുന്നു നെയിം സ്ലിപ്പ് യൂസ് ചെയ്തത്. അപ്പം ഇത് അതിൻ്റെ വേറൊരു ടൈപ്പാണ്. ഇതിനേക്കാളും കൂടുതൽ ക്യാരക്ടേഴ്സൊക്കെ അതിനകത്തുണ്ടായിരുന്നു. ഇതുണ്ട്. പിന്നെ ഒരു ഷീറ്റിന് 8 രൂപയാണ് കേട്ടോ വരുന്നത്, നല്ല ലാഭമൊക്കെയാണ്.
മറ്റേതിനെന്തോ 10 രൂപ എന്തോ ആയിരുന്നു ഞാൻ കഴിഞ്ഞ വർഷം മേടിച്ചതിന്. അപ്പം അത് ഈ 8 രൂപയുടെ നെയിം സ്ലിപ്പ് ഞാനൊരു 3 എണ്ണം മേടിച്ചിട്ടുണ്ട്. 1 2 3. ഇപ്പം ഞാനൊരു റിയാലിറ്റിയിലോട്ട് വന്നിട്ടില്ല നാളെ സ്കൂൾ തുറക്കുവാന്നുള്ളത്. പിന്നെ ഞാനിത് സ്കൂൾസ് റീഓപ്പണിങ് സീസണിന്റെ മുന്നേ മേടിച്ച സാധനമാണ്. വെക്കേഷൻ ടൈമിൽ ഞാനൊരു ദിവസം അമ്പലത്തിൽ പോയപ്പോൾ മേടിച്ച ഒരു കീച്ചനാണ് ഇത്. ഒരു മിന്നി മൗസിൻ്റെ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കണ്ടപ്പം. അവിടെ ക്യൂട്ട് എന്ന് പറയാനും പിന്നെ ഒരു എസ്തറ്റിക് ആ ഒരു ലുക്കിൽ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വേറെ ക്യാരക്ടേഴ്സും പിന്നെ അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ എനിക്ക് ഓൺലൈനിൽ ഇതാണ് ഇഷ്ടപ്പെട്ട. പിന്നെ ഇത് 40 രൂപയായിരുന്നു കേട്ടോ ഗൈസ്. ഇതൊരെണ്ണം മേടിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് പണ്ട് മുതലേ ഇങ്ങനെ ബാഗിൽ നിറച്ചും കീച്ചേനിട്ട് വെക്കുന്ന ശീലമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇപ്രാവശ്യം അതൊക്കെ ഒന്ന് നിർത്തി ഒരു മിനിമലായിട്ടൊക്കെ ഇടാമെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അതാണ് 1 2 എണ്ണമൊക്കെ ഇടാം. ഞാൻ 4-5 കീച്ചേണൊക്കെയാണ് ഒരു 4 സിപ്പുള്ള ബാഗിലൊക്കെ ഇടുന്നത്. ഇനി അടുത്ത സാധനമാണ് ഏറ്റവും മെയിൻ. നമ്മളുടെ പെൻസ്. ഞാൻ ഇങ്ങനെ ലൂസായിട്ടാട്ടോ മേടിച്ചേക്കുന്നത്. ഇങ്ങനെ പാക്കറ്റോടെ അല്ല മേടിച്ചേക്കുന്നത്. എല്ലാ വർഷവും പാക്കറ്റോടെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാണ്. ഞാൻ ഗ്രിപ്പറാണ് യൂസ് ചെയ്യുന്നത്. ഗ്രിപ്പറാണ് എൻ്റെ ഫേവറേറ്റ് പെൻ. ഞാൻ കഴിഞ്ഞ ഇയറിലൊക്കെ ഗ്രിപ്പർ ബ്ലാക്ക് നന്നായിട്ട് യൂസ് ചെയ്യുമായിരുന്നു. ബ്ലൂ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് ഗ്രിപ്പർ അപ്പോൾ അങ്ങനെ മേടിച്ചതാണ്. 6 എണ്ണം വെച്ചിട്ടാണ് മേടിച്ചത്. 3 എണ്ണം ബ്ലൂ, 3 എണ്ണം റെഡും പോയിട്ട് ബ്ലാക്കാണ്. സോ ഇതിന് 2 എണ്ണം കൊണ്ടുപോയിട്ട് ബാക്കിയുള്ളത് വീട്ടിൽ വെക്കാം. അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഞാനുള്ള സാധനമെല്ലാം താരോട്ടോ വായിച്ച് വെക്കുന്നത്. പിന്നെ പെൻസിൽ, അതും ഞാൻ പല കമ്പനിയുടെയാണ് മേടിച്ചേക്കുന്നത്. എല്ലാ പ്രാവശ്യം ഇങ്ങനെ ഒരു പാക്കറ്റോട് അപ്സര, നട്രാജ് അങ്ങനെയൊക്കെ പറഞ്ഞ ഓരോ പാക്കറ്റിലാണ് മേടിക്കാറ്. പക്ഷെ ഇപ്രാവശ്യം അത്യാവശ്യം പെൻസിലൊക്കെ വീട്ടിലുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ളത് മേടിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് എനിക്കിഷ്ടമുള്ള കുറച്ച് പെൻസിൽസാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. 2 ഡോംസിൻ്റെ, ഒരു ബ്ലൂ ഇങ്ങനെ വരുന്ന ഒരു ബ്ലൂ, പിന്നെ ഡാർക്കിൻ്റെ ഷെയ്ഡാണിട്ടുണ്ട്. സൂപ്പർ ഡാർക്കിൻ്റെ ഒരു കാർബൺ എന്ന് പറയുന്ന ഒരു സംഭവം, ഡോംസിൻ്റെ തന്നെ 2 എണ്ണം. പിന്നെ ഇതിൻ്റെ സ്കൂഡ്ലി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഇങ്ങനെ എക്സ്ട്രാ സ്മൂത്ത് ഡാർക്കിൻ്റെ സ്പേസ് ക്രാഫ്റ്റിൻ്റെ ഒരു മോഡൽ പെൻസിൽ. ഇങ്ങനെ 3 പെൻസിലാണ് ടോട്ടൽ മേടിച്ചിട്ടുള്ളത്. പിന്നെ എൻ്റെ വേറൊരു പെൻസിലും കൂടി ഇരിപ്പുണ്ട് വീട്ടിൽ. പിന്നെ മേടിച്ചേക്കുന്നത്, പിന്നെ ഞാൻ മാത്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇക്വേഷൻസ് ഉള്ളതും പിന്നെ ടു ഡു ലിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഓരോരോ എപ്പോഴും കാണേണ്ട സാധനങ്ങളൊക്കെ വൈറ്റ് ബോർഡിൽ ഇങ്ങനെ എഴുതിയിടും. അപ്പോൾ വൈറ്റ് ബോർഡിൻ്റെ ഒരു മാർക്കർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഒരെണ്ണം, ഡ്രൈ ആയിപ്പോയി. അപ്പം അതിൻ്റെ ഒരു മാർക്കർ മേടിച്ചിട്ടുണ്ട്. ഇങ്ക് ഫില്ല് ചെയ്യാൻ വേണമെങ്കിൽ, പക്ഷെ ഡ്രൈ ആയിപ്പോയി. അതുകൊണ്ട് ഒരു മാർക്കർ മേടിച്ചിട്ടുണ്ട്. പിന്നെ മാർക്കറിൻ്റെ ഇങ്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് ചേട്ടൻ്റെ ഇല്ല. പിന്നെ ഒരു ഷാർപ്പനർ മേടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിലുള്ള ഷാർപ്പനറിൻ്റെ എല്ലാം ഷാർപ്പ്നെസ്സൊക്കെ പോയി കിടക്കും. അപ്പം ഇങ്ങനെ ഒരു ഷാർപ്പനറാണ് മേടിച്ചിട്ടുള്ളത്. ഇത് ഞാൻ പണ്ട് യൂസ് ചെയ്യുമായിരുന്നു ഇതുപോലത്തെയൊക്കെ. അത് എന്തോ എനിക്ക് നല്ല രീതിക്കാണ് തോന്നിയത്. ബാക്കിയുള്ള ഷാർപ്പനറിനെക്കാളും എന്തോ നല്ലതുപോലെ. 30 രൂപയുടെ ഷാർപ്പനറാണ്. പിന്നെ ഇതിൽ വേസ്റ്റൊക്കെ കളക്ട് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ നമുക്ക് ഷാർപ്പ് ചെയ്യാം. പിന്നെ വേസ്റ്റ് കളക്ട് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ മോസ്റ്റ് ഓഫ് യു മേ ലൈക്ക് അറിയാം. പിന്നെ ഒരു ഫെവിസ്റ്റിക്. എൻ്റെ കയ്യിലുള്ള ഫെവിസ്റ്റിക്കൊക്കെ തീർന്നു. അപ്പം ഇതെന്തോ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടാണ് തോന്നാറ്. ഞാനിത് പൗച്ചിൽ തന്നെയാണ് വെക്കുന്നത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ തീർന്നു. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് മേടിച്ചിട്ടുള്ളത്. പിന്നെ എൻ്റെ പൗച്ച് ഞാൻ കാണിച്ചു തരാം ഗൈസ്. എൻ്റെ പൗച്ച് ഞാൻ ഈയിടെ മേടിച്ചതൊന്നുമല്ല, മേടിച്ചിട്ട് ഒരു 1.5 കൊല്ലം അടുപ്പിച്ചായി. എന്നാലും ഞാനിത് ഇടയ്ക്കിടയ്ക്കൊക്കെ ക്ലീൻ ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുക, അല്ലെങ്കിൽ കാണാത്ത പോലെ. ഇത് അത്യാവശ്യം സ്പേഷ്യസ് ഒക്കെയാണ്. ഇതൊരു 250 സംതിങ് വലിയ കമ്പാർട്ട്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് പെൻസും കാര്യങ്ങളൊക്കെ വെക്കാം. ഇവിടെ ഒരു എക്സ്ട്രാ കമ്പാർട്ട്മെൻറ്റും പിന്നെ ഇവിടെ ഒരു സിപ്പ് വെച്ചിട്ടുള്ള ഒരു കമ്പാർട്ട്മെൻറ്റും ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ പൗച്ച് ഇപ്രാവശ്യം കൊണ്ടുപോകുന്നത്.
പിന്നെ ഉള്ളത് ഫുള്ളും ബുക്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ഞാനൊന്ന് കാണിച്ചു തരാം. ആൻഡ് വൺ മോർ തിങ്, ഇതാണ് ഞാൻ കൊണ്ടുപോകുന്ന വാട്ടർ ബോട്ടിൽ. കാണുമ്പോൾ വലിയ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, ഫ്ലാഷ് അടിക്കുന്നുണ്ട് റിംഗ് ലൈറ്റിൻ്റെ. ഇതിനകത്ത് കാണുമ്പോൾ വേറെ കളറാണ്, പക്ഷേ ഇത് വേറൊരു കളർ, ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ്. ക്യാമറയിൽ കാണുന്ന കളറല്ല കേട്ടോ. ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ട്, ഞാൻ ഇന്നലെ നിറച്ചതാണ്. ഇതാണ് ഞാൻ കൊണ്ടുവന്ന വാട്ടർ ബോട്ടിൽ. പിന്നെ ഞാൻ ഉദ്ദേശിച്ചൊരു സ്റ്റൈലിലല്ല വീഡിയോ ഇപ്പോൾ എടുക്കുന്നത്, എന്തോ വേറെ ഏതോ ഒരു സ്റ്റൈലായി പോയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ബുക്സ് കാണിച്ചില്ലല്ലോ, ബുക്സ് കാണിച്ചു തരാം. ഞാൻ മലയാളത്തിന് ഞാനൊരു ലോങ് ആയിട്ടുള്ള ബുക്കാണ് മേടിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള ബുക്സൊക്കെ ലൈൻ ഇട്ടതും അങ്ങനത്തെ ഇങ്ങനത്തെയൊക്കെ ആയിട്ടുള്ള ബുക്സാണ്. ഇതാണ് മലയാളത്തിന് വേണ്ടി ഞാൻ സെപ്പറേറ്റ് മേടിച്ച ബുക്ക്. ഞാൻ പുറത്തുനിന്ന് കടയിൽ നിന്ന് മേടിച്ച ബുക്കാണ്. ഇതിന് എത്ര 65 സംതിങ് അല്ല 65 പോട്ടെ 35 സംതിങ് റേറ്റാണ്. ഇത് ഡിസ്കൗണ്ടിൽ വന്നൊരു ബുക്കാണ്. ഇതിൽ ആക്ച്വലി ഇതിൻ്റെ MRP വിത്ത് ടാക്സ് 60 രൂപയാണ്, പക്ഷേ ഡിസ്കൗണ്ട് ഉള്ളതുകൊണ്ട് 35 രൂപ. പിന്നെ സ്കൂളിൽ നിന്ന് റോവായിട്ട് ഞങ്ങൾക്ക് ബുക്സൊക്കെ കിട്ടും. അതൊക്കെ ഞാൻ കവറൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചേക്കും. ഇതെല്ലാം കവർ ചെയ്ത ബുക്സാണ്. ഇതിൽ എല്ലാ ബുക്സും ഉണ്ട്, മാത്സ് അതിനൊക്കെ പറ്റിയ എല്ലാ ബുക്സും ഉണ്ട്. പിന്നെ ടെക്സ്റ്റ് ബുക്സ് ഞങ്ങൾക്ക് അധികം കിട്ടിയിട്ടില്ല, 2 എണ്ണമൊക്കെ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ എക്സ്ട്രാ ആയിട്ടുള്ള ബുക്സൊക്കെയാണ്. അതൊക്കെ കിട്ടാനുണ്ട്. വേറെ സയൻസ്, സോഷ്യൽ, മാത്സ് അങ്ങനത്തെ കുറേ സബ്ജക്റ്റ് കിട്ടാനുണ്ട്. എന്താണെന്നറിയില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ ലീഗൊക്കെ വരുന്നത്. എന്നാലും നാളെ കിട്ടുമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, റീ ഓപ്പണിംഗ് ഡേയുടെ സമയത്ത്. അപ്പം എല്ലാം കൂടെ ഞാൻ ഒരു ദിവസം ഒരു വീഡിയോ ഇടുന്നുണ്ട്. പിന്നെ ബാക്ക് ടു സ്കൂളിൻ്റെ പ്രിപ്പറേഷൻസ് ഒന്നും നടന്നിട്ടില്ല ഇതുവരെ ആയിട്ട്. ഷോപ്പിംഗ് ഒക്കെ ഏകദേശം എല്ലാം കഴിഞ്ഞു. പിന്നെ ഞാനൊരു ലഞ്ച് ബോക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ലഞ്ച് ബോക്സ് എനിക്ക് ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചായിരുന്നു. അതിന് ചെറിയ കംപ്ലൈൻറ്റ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം വേറൊരു ലഞ്ച് ബോക്സ് മേടിച്ചു. പിന്നെ അത് തന്നെ പറഞ്ഞല്ലോ, അധികം സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല, ഉള്ള കുറേ സാധനം എൻ്റെ ഉണ്ട്. അപ്പം എല്ലാം കൂടെ കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ സ്കൂളിലോട്ട് പോവാറ്. അപ്പം ഞാൻ നൈറ്റ് ഒരു ഷൂട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പാക്ക് ചെയ്യുന്നതും അങ്ങനത്തെ ഒക്കെ ഒരു വീഡിയോ ആയിട്ട് ഇടാൻ, വേണമെങ്കിൽ ഷോർട്സ് ആയിട്ടും പബ്ലിഷ് ചെയ്യാമെന്നോ, അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ അവസാനം തന്നെ ആ ക്ലിപ്പൊക്കെ ആഡ് ചെയ്യാം എനിക്ക് വിചാരിക്കുന്നു. പിന്നെ ഞാനിപ്പോൾ ഒരു റിയാലിറ്റിയിലോട്ട് വന്നിട്ടില്ല. നാളെ സ്കൂൾ തുറക്കുമെന്നും വെക്കേഷന് തുടങ്ങിയപ്പോൾ പോലും എനിക്കൊരു റിയാലിറ്റി ഇല്ലായിരുന്നു. വെക്കേഷൻ ആണെന്നൊരു സന്തോഷമൊന്നും എനിക്കില്ലായിരുന്നു. ദാറ്റ്സ് ഓൾ. ആൻഡ് കുറച്ചുകൂടെ സാധനങ്ങളൊക്കെ കാണിക്കാനുണ്ട്. അതിൻ്റെ ലഞ്ച് ബോക്സും ഞാൻ എടുത്തോണ്ട് വരട്ടെ, ഇവിടെ ഇല്ല ഇപ്പം. പിന്നെ എൻ്റെ ലഞ്ച് ബോക്സ് ഞാനിപ്പോൾ മേടിച്ചിട്ടുള്ള ഒരു നോർമൽ ആയിട്ടുള്ള ലഞ്ച് ബോക്സ് ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഉള്ള ലഞ്ച് ബോക്സ് എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു ലഞ്ച് ബോക്സ് ആണ്, ഇതുപോലത്തെ. അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു ലഞ്ച് ബോക്സ് ആണ് മേടിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ തുറക്കാം. ഇതിനകത്ത് എൻ്റെ നിക്നെയിം എഴുതിയിട്ടുണ്ട് ഇവിടെയായിട്ട്. ഇത് തുറക്കുമ്പം ഇത് സിമ്പിൾ ലഞ്ച് ബോക്സ് ആണ്, എല്ലാവർക്കും അറിയാമായിരിക്കും. വെറുതെ ഒന്ന് തുറന്ന് നമുക്കിതിപ്പോൾ കഴുകിയെടുത്തായിരുന്നു. ഇവിടെ ഒരു കമ്പാർട്ട്മെൻറ്റ്, പിന്നെ ഒരു സാധനം. ഇത്രയൊക്കെ ഉള്ളൂ ലഞ്ച് ബോക്സ്. ഇത്രയൊക്കെ സാധനങ്ങളുള്ളൂ. പിന്നെ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ കുറച്ച് കിട്ടിയിട്ടുള്ളൂ ഞാൻ പറഞ്ഞില്ലേ, ഇത്രയൊക്കെ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഇത് രണ്ടും ടെക്സ്റ്റ് അല്ല, ഗ്രാഫും ലാബ് മാനുവലും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഞങ്ങളുടെ സ്കൂളിൽ 9ാം ക്ലാസ് തൊട്ടാണ് റെക്കോർഡൊക്കെ തുടങ്ങുന്നത്. നിങ്ങളുടെ സ്കൂളിൽ എങ്ങനെയാണെന്ന് പറയണം. മോസ്റ്റ് ഓഫ് ദി സ്കൂൾ 8th തൊട്ടോ 9th തൊട്ടൊക്കെയാണ്. അപ്പം നിങ്ങളെങ്ങനെയാണെന്ന് പറയണം കേട്ടോ. പിന്നെ ഗായ്സ്, നിങ്ങൾ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുമല്ലേ? ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ലിസ്റ്റ്. പിന്നെ പലരും പല രീതിക്കാണ് ബുക്ക് കവർ ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെയാണ് കവർ ചെയ്യുന്നത്. ഇത് നല്ല ഈസിയാണ്, നല്ല നീറ്റ്നെസ്സോടെ നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഞാനൊരു നോട്ടാണ് കവർ ചെയ്യുന്നത്. ഇതൊരു ലോങ് ആയിട്ടുള്ള നോട്ടില്ലേ മലയാളത്തിൻ്റെ, അതാണ്. ഈ രീതിക്ക് നമ്മൾ സൈഡിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അത് ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്ത് വെച്ചാൽ മതി ഗൈസ്. പിന്നെ ഗൈസ്, ഈ വീഡിയോയ്ക്ക് ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല ലെങ്ത് ഉണ്ട്. അത്രയുള്ള നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ സ്റ്റാപ്ലെയറൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കണം. പിന്നെ ഞാനിപ്പോൾ സ്റ്റാപ്ലെയർ തപ്പാൻ പോകുക കേട്ടോ.
ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഈ ഒരു പെൻസിൽ കേസ് ആട്ടോ കഴിച്ച് ഞാൻ ഈ വർഷം യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് തന്നെയാണ് കഴിഞ്ഞ വർഷം ഞാൻ യൂസ് ചെയ്തത്. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് നിപ്പിൽ ഇരിപ്പുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. ഈ പെൻസിൽ കേസ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലേ. പിന്നെ ഇതിനകത്ത് നമ്മുടെ എസൻഷ്യൽ സാധനങ്ങളായിട്ടുള്ള പെൻ, പെൻസിൽ, ഷാർപ്പനർ, ഇറേസർ, സ്കെയിൽ അങ്ങനെ എല്ലാ സാധനങ്ങളും വെക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഇടയിൽ ഞാൻ ഏതാണ്ടൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്താ പറയുന്നതെന്ന് എനിക്ക് പോലും മനസ്സിലാവുന്നില്ല. എനിക്കിപ്പോഴും ഓർമ്മയില്ലൊന്നും. ആക്ച്വലി ഇപ്പം ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാത്രം വന്ന് എഡിറ്റ് ചെയ്തിട്ട് പോകും. എനിക്ക് സമയം കിട്ടുന്നില്ല ഗൈസ്. അതാ ആക്ച്വലി ഞാൻ സ്കൂൾ തുറന്ന ഫസ്റ്റ് ഡേ അന്ന് ഇടണമെന്ന് ഓർത്താ ഗൈസ്. ഒരാഴ്ചയായി. ഇനി ഞാൻ കുറച്ച് മുമ്പ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ വീഡിയോ പോസ് ആയതൊന്നും അല്ല കേട്ടോ ഗൈസ്. ഞാൻ ഏതാണ്ടൊരു സാധനം എടുക്കാൻ പോയത്. ഐ ഗെസ് സ്കെയിലാണെന്ന്. പിന്നെ പെൻസിൽസ് ഒക്കെ നല്ല രീതിക്ക് ഷാർപ്പൺ ചെയ്തിട്ട് കൊണ്ടുപോകണം കേട്ടോ. ഞാൻ നല്ല രീതിക്ക് ഷാർപ്പൺ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ 10-20 തവണ തിരിക്കുന്നത്. ഒന്നും വിചാരിക്കരുത്. പിന്നെ ആ ഷാർപ്പനറിലുള്ള വേസ്റ്റൊക്കെ ഞാൻ കളയുന്നുണ്ട്. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അതെന്താണെന്ന് വെച്ചാൽ ഇനി മുതൽ നമ്മൾ ഷൗട്ട് ഔട്ട്സ് കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇട്ടാൽ മതി. നിങ്ങളുടെ പേരും അങ്ങനെയൊന്നും കമൻറ്റ് ചെയ്യേണ്ട. എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ ആ വീഡിയോനെ പറ്റി എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നുന്നത് എനിക്ക് ഞാൻ കുറച്ച് കമൻറ്റ്സ് ഇങ്ങനെ വീഡിയോയിൽ തന്നെ പിൻ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം കമൻറ്റ്സ് ഒക്കെ ഇടാൻ നോക്കുക. പിന്നെ ഞാൻ ഇതിലോട്ട് സിസേഴ്സും സ്റ്റിക്കി നോട്ടും ഫെവിസ്റ്റിക്കൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ സ്കൂളിലോട്ടൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനമാണ് എമർജൻസി കിറ്റ്. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ എമർജൻസി കിറ്റിൽ തന്നെ വെക്കുക. പിന്നെ ഇതാണ് ഞാൻ കൊണ്ടുപോകുന്ന റഫ് നോട്ട്. ഞാൻ ഇതുപോലെ ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.